Show me the road and I'll be right there. I'll do anything to feel the wind in my hair. I'll go far as it takes and I won't even care. I'll sing da 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 da. ചാച്ചാ പാട്. ഞങ്ങള് വിചാരിച്ചു ലിറിക്സ് തെറ്റിപ്പോയത്. കൊണ്ടെടുത്തി അടുത്തിനെ രക്ഷപ്പെടുത്തി. കുറെ ദിവസത്തിന് ശേഷം മാടപ്രാവ് മരത്തിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് ചെറുക്കെ മാടപ്രാവിനെ കൊല്ലാൻ നോക്കി. അത് കണ്ട് തേനീച്ച കുത്തി ഇത് നിന്നെ കേട്ട പാഠം നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? അമ്മ ചെയ്ത് നമുക്ക് തിരിച്ച് നന്ദി നമസ്കാരം. ഞങ്ങളിങ്ങനെ ആലോചിച്ചു. ഞാനും ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ വേണം, ഇങ്ങനെ ആലോചിച്ച് ഏതായാലും ദൈവത്തിന്റെ വൻ കൃപയാൽ നമുക്ക് ഇവിടെ ചേർത്തുവിടാനായിട്ട് ദൈവം അവസരം ഉണ്ടാക്കി തന്നു. നമ്മുടെ ക്രിസ്മസും കഴിഞ്ഞു. ഈ കഴിഞ്ഞ 2024 കഴിഞ്ഞു. നമ്മൾ ഒത്തിരി കുറവുകൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ദൈവം ക്ഷമിക്കട്ടെ. നമ്മളോട് ിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു പുതിയ വർഷം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. എല്ലാ എൻ്റെ സഹോദരങ്ങളും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും എൻ്റെ അനിയന്മാരോടും എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളോടും ഇവരെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഇത് മുന്നോട്ട് നമുക്ക് നല്ലതുപോലെ കൊണ്ടുപോകണം. ഒരു 3 മാസമെങ്കിലും കുടുംബം നമുക്കൊന്ന് ഒത്തൊരുമിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എല്ലാവരുടെയും പറയാം. അങ്ങനെ നമുക്കിവിടെ ഈ ഭവനം ഒരുക്കി തന്ന തമ്മിച്ചാച്ചനോടും മോളോടുമുള്ള എല്ലാ നന്ദിയും ഞാൻ കൊണ്ടെടുത്തി അടുത്തിനെ രക്ഷപ്പെടുത്തി. കുറെ ദിവസത്തിന് ശേഷം മാടപ്രാവ് മരത്തിലിരുന്ന് ഉറങ്ങുകയാണ്. അത് ചെറുക്കെ മാടപ്രാവിനെ കൊല്ലാൻ നോക്കി. അത് കണ്ട് തേനീച്ച ആ ചെറുക്കനെ കുട്ടി വേദന കൊണ്ട് കാണിങ്ങി. ഇത് നിന്നെ കേട്ട പാഠം നിങ്ങൾക്ക് എന്നാ മനസ്സിലായ? അമ്മ ചെയ്ത് നമുക്ക് തിരിച്ച് നന്ദി നമസ്കാരം. നമ്മളിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നിപ്പം മിക്കവാറും കുടുംബയോഗങ്ങൾ എല്ലായിടത്തും നടക്കുന്ന ഒരു കാലഘട്ടം. എന്താണ് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ തമ്മിൽ
ഉള്ള ഒരു അകൽച്ച ഇന്ന് ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കറിയാം, ഒരു 10-50 വർഷം മുമ്പ് ആണെങ്കിൽ ഒരു അയൽവക്കത്തെ ഒരു വീട്ടിൽ സംഭവം, കല്യാണമോ മരണമോ ഉണ്ടായാൽ ആ അയൽവക്കത്തുള്ള ആളുകളെല്ലാം കൂടി ആ കാര്യങ്ങളെല്ലാം പങ്കാളിച്ചു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം പോയി. ആൾക്കാർ അതിൽ നിന്നെല്ലാം മാറി സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാം എന്നൊരു ബോധ്യം അവർക്കുണ്ടാകും. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളൊരു ചിന്താഗതി ആളുകളിലേക്ക് വന്നു. സമൂഹത്തിൽ പൊതുവെ ഉണ്ടായ ഒരു മാറ്റമാണ്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ആളുകൾ തമ്മിലുള്ള സമ്പർക്കം കുറഞ്ഞു, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേട്ടിറക്കം കുറഞ്ഞു. അയൽവക്കത്തൊരു വീട്ടിലെ ഒരു ശബ്ദം കേട്ടാൽ, രാത്രി ശബ്ദം കേട്ടാൽ നമുക്ക് ഓടിച്ചെല്ലുമായിരുന്നു. ഇപ്പോൾ അതല്ല, ശബ്ദം കേട്ടാൽ പെട്ടെന്ന് കഥകടച്ച് TV-യുടെ ഉള്ളിൽ നേരം കൊടുത്തവൻ ചോദിച്ചപ്പോൾ ഒന്നും കേട്ടിട്ടില്ല, ഞങ്ങൾ TV വെച്ചിരിക്കുകയായിരുന്നു, ഒന്നും കേട്ടില്ല സംഭവം. ഈ ഒരു രീതിയിലേക്ക് ആളുകൾ മാറുകയും അതിന്റെ ഫലമായിട്ട് ആളുകൾ തമ്മിലുള്ള ആ ബന്ധം, അല്ലെങ്കിൽ ആ സൗഹൃദ ബന്ധം വളരെയധികം അകലുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ അകൽച്ചയ്ക്കുള്ള പ്രധാന കാരണം മനുഷ്യനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധപ്പെടുന്നതിനുള്ള ഒരു അവസരം ഇല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പല കൂട്ടായ്മകൾ, ചെറുതും വലുതുമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പലയിടത്തും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുടുംബ സംബന്ധമാണ്. എപ്പോഴും കുറിച്ചില് വരിക എന്നുള്ളതായിരുന്നു. ഒരവധി കിട്ടുമ്പോഴേ ഓടി കുറിച്ചിയിൽ വരിക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇന്ന് പപ്പച്ചനെ അമ്മച്ചയും എല്ലാരെയും ഓർത്തു. പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്നു. കുറിച്ചിൽ വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എൻ്റെ ഒരു അവധി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഈ വീടായിരുന്നു. ഇവിടെ വരുമ്പോൾ എപ്പോഴും സന്തോഷവും, ഒത്തിരി പിള്ളേരെല്ലായിട്ട് കളി, ട്രെയിൻ കാണാൻ ഉള്ളി എല്ലാവരും ഒക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ശീതള എല്ലാവരും ഞങ്ങള് നേതൃത്വത്തിൽ വെള്ളമൊക്കെ കുളിക്കാനും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു. എല്ലാവരെയും ഞാൻ ഓർക്കുമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഞാൻ ഓടി വരുന്ന കുച്ചിയുടെ നല്ല സമ്മതി എല്ലാമായിട്ട് ചുമന്ന മുളക് സമ്മതിയൊക്കെ ആയിട്ട് കഞ്ഞിയൊക്കെ കുടിക്കുന്ന കുച്ചിയിലെ ഇറച്ചി അവിടെ അടുക്കളയിൽ എല്ലാവരും വന്ന് ഇറങ്ങുമ്പോഴേ മന്ത്രികവരെ വന്ന് ഇറങ്ങുമ്പോ പിള്ളേരെല്ലാം ഒത്തി ഉള്ളവാ. അമ്മച്ചയൊക്കെ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ കാണിക്കുന്നത്. അപ്പാപ്പ പറഞ്ഞ പോലെ പഴയ കാലം ഒരു സ്നേഹത്തിന്റെ എല്ലാരോടും സന്തോഷത്തോടെ ഇടപെടുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് നമുക്ക് അയൽവക്കക്കാരെ അറിയത്തില്ല, കൂട്ടരുമായിട്ട് ഒരു ബന്ധവുമില്ല, സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല. അങ്ങനെയെല്ലാം ഒത്തിരി ഈ ലോകത്തിന്റെ കാര്യങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നമ്മുടെ ജീവിതം ഒത്തിരി സ്പീഡിൽ പോകേണ്ടതുകൊണ്ട് നമുക്കും പറ്റുന്നില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഈ 2024 വീട്ടുകാരെയും വിളിച്ചപ്പോ ഇറങ്ങി വരുന്ന കൊച്ചായാലും മേടിച്ചു. അതൊക്കെ മനസ്സിലാകുന്നില്ല. എന്താ എന്താ വീട്ടിൽ നിന്ന് അനിച്ചത് പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥന. ഇവിടുത്തെ വെളുപ്പിന് നമ്മുടെ പ്രാർത്ഥനയില്ല 2 മണിക്ക്. അതിന് ഇവിടെ നമ്മോട് പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ ഓരോ വീടിന്റെ ആകും ശ്വാസാമോ വെളിയാക്കുന്നില്ല. അവരാണ് ഉണ്ടാടി
എഴുതാറുണ്ട്, അവരൊക്കെ എഴുന്നേറ്റ് വരും. ഇവിടെ നമ്മോട് എല്ലാ വീടിന്റെ ആൾക്കാരുടെ പേര് വിളിച്ച് അവരെ പള്ളിയിൽ പോകും. അതൊക്കെ ഇപ്പോഴും നമ്മൾ അന്തരായിട്ട് വിളിച്ചെന്നിട്ട് അതൊന്ന് വച്ച അപ്പച്ചൻ മരിച്ചു കിടക്കണം. ആ പൊതി ചോദിച്ചു അവനാ പറഞ്ഞു, ഓ നമ്മുടെ ഉച്ചയില് എന്നാ പറയാൻ അമ്മച്ച് മരിച്ചാൽ മതി. പ്രാർത്ഥനയോടെ അമ്മച്ച് അരവിന്ദ് ഹോസ്പിറ്റൽ ഞങ്ങൾ പോയി, ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പോയി അരവിന്ദിൽ പോയി എൻ്റെ കണ്ണെല്ലാം കാണിക്കും. എൻ്റെ കണ്ണില് ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഒമാനി വെച്ച് ഞാൻ നോക്കുമ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഒരു വെളുത്ത പാടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് പതുക്കെ അത് ക്രീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പതുക്കെ ചിലപ്പോൾ ആ കണ്ണിൻ്റെ ലെൻസ് കിട്ടും, അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ഞാൻ ഞങ്ങൾ അവധിക്ക് വന്ന് 4 ദിവസം ഇവിടെ വന്ന് ഞാനും അളിയനും അളിയും പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയത്. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ജയലളിതയുടെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് വരുന്നത്. വന്ന് കുട്ടിക്കാന ഇറക്കം ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് എൻ്റെ 4-4:30 എല്ലാവരും ഉറക്കം, എല്ലാവരും വന്നു. അവിടെ വെച്ച് അത് ഭയങ്കര ഒരു ശബ്ദവും കേട്ട് ഇത് കൊക്കയിലോട്ടാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. കുറേ എല്ലാവരും കൂടെ കാറി കൂടി ഞങ്ങളുടെ ബസ്, ഞങ്ങളിതൊക്കെ ഈ ബസ്സായിരിക്കും. അപ്പം ഞാനിങ്ങനെ വീണു, അളിയൻ എൻ്റെ സൈഡിൽ വീഴും. അപ്പം ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര കൂവിച്ചായി കരച്ചിലായി. അടുത്ത മുകളിൽ വന്ന് ബസ്സുകളെല്ലാം നിന്ന് വണ്ടികളെല്ലാം വന്ന് ആൾക്കാരെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങി വരാമില്ല. ഈ ഇതിൽ വന്ന് നിന്നത് ദൈവത്തിൻ്റെ വലിയ മരത്തിലോട്ട് വന്നിരിക്കുന്ന ചാരിയാണ്. ആ മരം ഇങ്ങനെ ഇളകി വീഴാറായി നിൽക്കുക. അപ്പം പിന്നെ ജനം എല്ലാം ഓടി വന്നു. അപ്പൊ അളിയൻ വിചാരിക്കുന്നത് ഞാൻ ചത്തു, ഞാൻ വിചാരിക്കുന്ന അളിയൻ ചത്തു. എനിക്ക് ചെറിയൊരു ബോധം വന്നു, രക്തമൊക്കെ ഉണ്ടായിരുന്നു. രക്തമൊക്കെ ഞാനിങ്ങനെ നോക്കുമ്പോൾ അളിയൻ ഇങ്ങനെ കിടക്കുന്നു. അളിയൻ രക്തം കണ്ടപ്പോൾ പേടി അവിടുത്തെ ജീപ്പിൽ അതിന്റെ ഫോട്ടോ ഒക്കെ വന്നായിരുന്നു പത്രത്തിൽ. ആ അച്ഛ തിരിച്ചു വന്ന അച്ഛക്ക് ഏറ്റവും വിഷമം, അച്ഛ അന്നൊരു പുതിയ കോലാപ്പൂരി ചെരുപ്പ് വാങ്ങിച്ചു, അതിന്റെ ഓരെണ്ണേ കിട്ടിയുള്ളൂ. ചെരുപ്പുണ്ടോ? ആരും അതിനകത്ത് അഭിപ്രായങ്ങൾ 1-2 അഭിപ്രായം പറഞ്ഞത് നല്ല അഭിപ്രായങ്ങളായിരുന്നു. അപ്പം ഒരഭിപ്രായം പറഞ്ഞു ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, വളരെ കളത്തിലേക്കുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അത് പറയുന്നത് അതൊരാളെ ഒരു സജഷൻ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് വേണ്ട, നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ അജണ്ട, അതിന്റെ അടുത്ത മീറ്റിംഗ്, ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് അത് മതിയെന്ന്. പിന്നെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേറൊരു കാര്യം കൂടെ, അതായത് ഗ്രൂപ്പിലെ കൂട്ടായ്മയാണ് എന്നെ ഇതിനകത്ത് കൂടുതൽ എന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് ആ ഒരു കൂട്ടായ്മ ഇപ്പോഴും നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഹോട്ടലിലെ കോട്ടയം ക്ലബിലെ സിബിക്ക് മെമ്പർഷിപ്പ് ഇവരെല്ലാം ആധാരകൊണ്ട് ഗൾഫിൽ ഇവരെല്ലാവരും ഒരു കൂട്ടായ്മയോടെ കൂടി അതിന്റെ പിറ്റേ ദിവസവും നമ്മളെ കാണുമ്പോൾ അവരുടെ ആ കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ അതിലൂടെ ഇങ്ങനെ പറയാം നമ്മുടെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇൻഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഒരു ഇതിനകത്തുള്ള ഒരു 30% between 20 and 25% ആൾക്കാർ ചുരുങ്ങിയ കാലങ്ങളെ നമ്മളൊക്കെ ജീവിച്ച അത്രയും നമുക്ക് ഒരിക്കലും 73 ആണ്. എനിക്കും രോഗങ്ങളായിക്കഴിഞ്ഞു എന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഓരോരുത്തരും. ഇനിയുള്ളത് നിങ്ങൾ കേൾക്കുന്ന വളരെ ജീവിതം ഇനിയും നമുക്ക് കുറച്ചേ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരിത് കണ്ടിന്യൂ ചെയ്യും.
എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ മൺമറഞ്ഞു പോയാലും ഇവരൊക്കെ അത് നടത്തിക്കൊണ്ട് പോകാൻ ഉള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹപ്രദമായിട്ട്. പിന്നെ കൂട്ടായ്മയെ കുറിച്ച് എനിക്കറിയാവുന്ന നിങ്ങൾക്കറിയാവുന്നതായ ഒന്ന് രണ്ട് സ്റ്റോറിയും കൂടെ ഞാൻ പറഞ്ഞു. ഞാൻ നിർത്താം. ഒരു ഫാമറുണ്ട്, ഒരു കർഷകൻ. ഇതറിയാവുന്നതേ. ആ കർഷകന്റെ ഭവനത്തിൽ 5 ആൺപിള്ളേർ. ഈ ആൺപിള്ളേർ വളർന്നു വരുന്ന അനുസരിച്ച് കർഷകനോട് വിളിക്കി കൊച്ചുങ്ങളെ വളരെ സന്തോഷവും ഹെൽപ്പ് കൊടുക്കും. അങ്ങനെ വന്ന് ഒന്നിനൊന്നായിട്ട് ഇവർ തമ്മിൽ അവിടെ പ്രശ്നങ്ങളായി എല്ലാവരും തമ്മിൽ മന്ദാരവനികയിൽ മധുമാസം പിരിച്ച മലരാണോ
മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മണിയാഗാനം പോലെ അഴകിൻ്റെ അലപ്പോ Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, dear. Happy birthday to you. ആദ്യം സ്വാഗതം ബർത്ത്ഡേ Jesus Christ was born on Christmas Day. Man will live forevermore because of Christmas Day. Some time ago in Bethlehem, so the Holy Bible said, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a king was born today. And man will live forevermore because of Christmas Day. Mary's boy child, Jesus Christ, was born on Christmas Day. While shepherds watch the flock by night, they see a bright new shining star. They hear a choir sing a song, the music seems to come from afar. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. ഈ ജന്മം എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ കനിവോടെ കരുതും വിധിയാതെ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം ഒരു മകനായി മകളായി നിന്മാറിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം ഇരുമൂടിയ വാനവും കുടചൂടിയ ചന്ദ്രനും അരിമില്ലാതിളകുന്ന കടലും ഇളകുന്ന തോണിയിൽ ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ തുണയാൻ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം എൻ
കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ കനിവോടെ കരുതും നിധിയാകെ നിന്നെ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. നമുക്കൊരേ ദാഹം പൂന്തേനരുവി ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂങ്കടലിൽ വളർന്നു ൂതിരാവരെത്തിയ ഉളിയിലക്കരയുള്ള ഉളവയുടുത്തു നടന്നു നമ്മൾ പൂക്കളിറുത്തു നടന്നു ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹാ 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 ഓഹോ 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 പൂന്തേനരുവി മടിയിൽ പളുങ്കുകിലുങ്ങി നീല മിഴികളിൽ കനവുതിറങ്ങി കാവിരി മണിമാരിൽ ഉലകങ്ങൾ ഉണർത്തുന്ന കഥകൾ പറഞ്ഞു മയങ്ങി നമ്മൾ കവിതകൾ പാടി മയങ്ങി ഓർമ്മകൾ മരിക്കുമോ ഓളങ്ങൾ നിലയ്ക്കുമോ ആഹാ 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 ഓഹോ 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 പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഏയ് കുടുംബമായി ഒന്നിച്ച് സന്തോഷിക്കാനും ഒക്കെ ഒരു സമയം കർത്താവ് വേർതിരിച്ചു തന്നു. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് ഷേർലി ആൻറ്റി ഇവിടെ ദൈവവചനത്തിൽ നിന്ന് വായിച്ചതുപോലെ സങ്കീർത്തനം 133 സഹോദരന്മാർ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ഫേമസ് നോവൽ എന്ന കരനീനയിലെ ഏതാനും വരികൾ ഞാനിവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഹാപ്പി ഫാമിലീസ് ആർ ഓൾ അലൈവ്. Every unhappy family is unhappy in its own way. ഇതിന്റെ ഉള്ളടക്കം എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളിലും അസന്തുഷ്ടത ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങൾ ഉണ്ടാവാം. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ സന്തോഷവും സമാധാനവുമുള്ള ഭംഗി സ്നേഹം ഉണ്ടായിരിക്കും. അപ്പോൾ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം. അതാണ് ലിയോ ടോൾസ്റ്റോയി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഇവിടെ ഈ കുടുംബസംഗമത്തിന്റെ കൂടിവരവിലൂടെ നമ്മളെല്ലാവർക്കും പരസ്പരം അറിയുവാനും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു വേദിയായി മാറണം നമ്മളുടെ കുടുംബസംഘം. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു കുടുംബസംഗമത്തിന്റെ ആലോചനയായി അതേ ആലോചന ഉരുത്തിരിയുകയും അതിനുവേണ്ടി
അക്ഷീണം പരിശ്രമിക്കുകയും എല്ലാ എഫർട്ടും